അടിമുടി മേൽകീഴ് മറിക്കുന്ന ഒരു സമയമുണ്ട്. ഉണ്ട്, മനസ്സിലായോ? അത് എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും. മനസ്സിലായോ? സാവൂള് പൗലോസാവുന്ന ടൈം, സാവൂള് പൗലോസാവുന്ന ടൈം, മനസ്സിലായോ? നിന്റെ മേൽ അഭിഷേകത്തിന്റെ കുഴല് തുറന്ന്, അഭിഷേക തൈലത്തിന്റെ കുഴല് തുറന്ന് ദൈവം തലയിലോട്ട് ഒഴിക്കുന്ന ഒരു സമയം ഉണ്ട്. ഉണ്ട് ചേട്ടാ, ഉണ്ട്. മനസ്സിലായോ? ഉണ്ട്. ഈ മരിക്കുന്നതിന് മുമ്പ് ആ സമയം കടന്നേ മരിക്കാവൂ. അതായത് പിശാച് നാണം കെട്ട് നിൽക്കുന്ന ഒരു സമയം ഉണ്ട്, 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 ഉണ്ട്. ആറാം മാസം, മനസ്സിലായോ? ഒരു മാലാഖ നിന്റെ വീടിന്റെ അകത്തെ മുറിയിലേക്ക് പറന്നു വരുന്ന ഒരു സമയം ഉണ്ട്, 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 ഉണ്ട്. ഇത് നിങ്ങൾ മനസ്സിലായോ? ഇത് നിങ്ങൾ വിചാരിക്കുന്നത് അറിയാം. മനുഷ്യൻ, ഞാൻ പലരുടെയും ജീവിതം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അവർക്ക് പ്രത്യാശ എന്ന് പറഞ്ഞൊരു സാധനമില്ല. പ്രത്യാശ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് എന്താണ്? എല്ലാം തീർന്നല്ലോ, അത് തീർന്നു, ഇത് തീർന്നു, അവിടെ പോയി ഇത് തീർന്നു. മോനെ, നീ ദൈവത്തെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. നിനക്ക് ദൈവത്തിന്റെ തല അറിയില്ല, നിനക്ക് ദൈവത്തിന്റെ ജ്ഞാനം അറിയില്ല, നിനക്ക് ദൈവത്തിന്റെ വഴി അറിയില്ല. അതുകൊണ്ടാണ് നീ കാണാത്ത വഴിയുണ്ടടാ അവന്റെ തലക്കകത്ത്. ഈ കുഴി കിടന്നവന്റെ അവനോട് കർത്താവ് ചോദിച്ച ചോദ്യം എന്താണ്? നിനക്ക് സൗഖ്യപ്പെടാൻ ആഗ്രഹമുണ്ടോ എന്നല്ലേ മോളെ ചോദിച്ചേ? നിനക്ക് സൗഖ്യപ്പെടാൻ ആഗ്രഹമുണ്ടോ? അവൻ എന്നെ മറുപടി പറഞ്ഞേ, വെള്ളത്തിലിറക്കാൻ. ചോദിക്കുമ്പോൾ അങ്ങനെയാണോ ഉത്തരം പറയണ്ടേ? സൗഖ്യപ്പെടാൻ ആഗ്രഹം ഉണ്ടോ ചോദിച്ചാൽ, മോളെ നിനക്ക് ചായ വേണോ എന്ന് ചോദിച്ചാൽ വേണോ വെച്ചാൽ വേണ്ട അച്ഛാ എന്നല്ലേ മറുപടി പറയണ്ടേ?